ഹായ് വ്യൂവേഴ്സ്, ദിസ് ഈസ് നിഷൻ ഫ്രം വിർച്വൽ കമ്പാനിയൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൗത്ത് കൊറിയൻ TV സീരീസായിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള ദ സ്ക്വിഡ് ഗെയിം 3, അതായത് മൂന്നാമത്തെ സീസണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്നത്ര എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് രണ്ടാമത്തെ സീസൺ ഇറങ്ങിയിട്ട് 6-7 മാസത്തിന് മേളിലായിട്ടുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് വെബ് സീരീസുകളും ഒരുപാട് സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്കിത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ആരാ എന്നതാണെന്ന് നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് ഒരുപാട് വെബ് സീരീസ് ചെയ്യുന്നവർ ചെയ്യാത്തൊരു കാര്യമാണ്. ചിലർ ചെയ്യുന്നുണ്ട്, ചിലർ ചെയ്യുന്നില്ല. പക്ഷേ ഇവരേതായാലും രണ്ടാമത്തെ സീസൺ എവിടെയാണ് നിർത്തിയത്, അതിൻ്റെ കഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു 4 മിനിറ്റിൻ്റെ ഒരു ചെറിയ റീകാൽപ്പ് ഒരു വീഡിയോ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ കഥ ഇവിടെയാണ് നമ്മൾ നിർത്തിയത് എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. മൊത്തം 6 എപ്പിസോഡുകളാണ് ഇതിനകത്തുള്ളത്. നമ്മൾ സ്ക്വിഡ് ഗെയിമിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ തന്നെ 3 ഗെയിമുകൾ ഇതിനകത്തും ഉണ്ട്. പക്ഷേ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ 3 ഗെയിം ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇതിനു മുമ്പ് ഒരുപാട് 3 സീസൺ, ഇതിനു മുമ്പ് 2 സീസൺ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട്. പക്ഷേ ഈ 3 ഗെയിമുകളെന്ന് പറയുമ്പം 3 ഗെയിമും എമോഷണലി അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ആരിരുന്ന് കണ്ടാലും അവർക്ക് എമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു പാർട്ട് ഈ 3 ഗെയിമിലും ഉണ്ട്. ഒന്നാമത്, ഇങ്ങനത്തെ ഒരു വെബ് സീരീസുകളോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു ത്രില്ലർ ജാണലുള്ള വെബ് സീരീസോ സിനിമയോ അതിനകത്ത് എമോഷണൽ ആസ്പെക്ട്സ് അത്ര കണക്റ്റ് ആവണമെന്നില്ല. കാരണം ത്രില്ലർ ജേണലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുക. പക്ഷേ ഇതിനകത്ത് ത്രില്ലറും അവർ കൊണ്ടുപോകുന്ന കഥയും കാര്യങ്ങളും കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എന്നാലും എമോഷണൽ ആസ്പെക്ട്സ് ശരിക്കും കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് ഈ 3 ഗെയിമിലും വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒന്നാമത്തെ ഗെയിമിൽ നമ്മൾ ഇതിനു മുമ്പ് സെക്കൻഡ് സീസണിൽ കണ്ടതുപോലെ ഒരു അമ്മയും മോനും കൂടെ ഉണ്ട്. അവരുടെ ബന്ധം, അതിനെക്കുറിച്ചുള്ള ഒരു എമോഷണൽ സീൻസ് അതിനകത്തുണ്ട്. രണ്ടാമത്തെ ഗെയിം വരുമ്പം അതിനകത്തൊരു ഒരു കുഞ്ഞിനെയും കൊണ്ടുവരും, ഒരു കുഞ്ഞിനും ഒരു അമ്മയ്ക്കുള്ള ഒരു ബോണ്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുണ്ട്. മൂന്നാമത്തെ ഗെയിമിലോട്ട് വരുമ്പം അച്ഛനും ആ കുഞ്ഞിനും, അതായത് ആ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അവർ രണ്ടുപേർ തമ്മിലുള്ള ബോണ്ട് എന്താണ്, അതിൻ്റെ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളൊരു നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു എമോഷണൽ കണ്ടന്റുകളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ എമോഷണൽ കാര്യങ്ങൾ മാത്രം എടുത്തു പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എമോഷണൽ ആൻഡ് കോമഡി ഇത് രണ്ടും വർക്കൗട്ട് ആയാൽ മാത്രമേ കണക്റ്റ് ആവത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ബാക്കിയുള്ള സീൻസുകൾ എങ്ങനെ വേണേലും ഫൈറ്റോ ത്രില്ലർ ജേണേഴ്സോ അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ എമോഷണൽ ശകലം കുറഞ്ഞു പോയാൽ പാളിപ്പോവും, ഇച്ചിരി കൂടിപ്പോയാൽ ക്രിഞ്ചായിപ്പോവും. അപ്പം ആ കറക്റ്റ് ലെവലിൽ പോയാൽ മാത്രമേ അത് ക്ലിക്കാകത്തുള്ളൂ. ശരിക്കും ഈ സ്ക്വിഡ് ഗെയിം 3 ഇത് ക്ലിക്കായിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. ശരിക്കും നല്ല ക്ലാരിറ്റി ഉള്ള വലിയ സ്ക്രീനിൽ നിങ്ങൾ ഇതിരുന്ന് കാണുവാണെങ്കിൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല വിഷ്വൽ എഫക്ട്സും, അതായത് ഈ ഗെയിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് ആംഗിൾ ഷോട്ട്സ് ആവട്ടെ, അതിൻ്റെ കളർ ടോൺ ആവട്ടെ, ആ ബ്ലൂ ആൻഡ് പിങ്ക് ഇതിൻ്റെ ഒരു കളർ ടോൺ ആവട്ടെ, എല്ലാം തന്നെ ഒരു വിഷ്വൽ ട്രീറ്റായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സോ നിങ്ങൾ കാണുമ്പോൾ ഒരു നല്ലൊരു TV-യിൽ അല്ലെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു സംഭവത്തിലിരുന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ 3 ഗെയിം ഉണ്ടെന്ന് പറഞ്ഞതിൽ എൻ്റെ ഫേവറേറ്റ് എന്നുള്ളത് രണ്ടാമത്തെ ഗെയിമാണ്. കാരണം ഒരു സീറ്റ് എഡ്ജ് എക്സ്പീരിയൻസ് ആണ് അത് എനിക്ക് തന്നത്. നിങ്ങൾക്കും അതേ ഫീൽ തന്നെ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം എല്ലാവർക്കും ആ ഒരു ഫീൽ ഉറപ്പായിട്ട് കിട്ടും. 3 ഗെയിമും നല്ലതാണ്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് രണ്ടാമത്തെ ഗെയിമാണ്. നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും. നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതേപോലെ ഈ സ്ക്വിഡ് ഗെയിം 3 ഒരുപാട് സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ വരുന്ന ഒരു സർപ്രൈസ് ക്യാമിയോ. ശരിക്കും പറഞ്ഞാൽ സൗത്ത് കൊറിയയിൽ തുടങ്ങി ഈ സ്ക്വിഡ് ഗെയിം ഇനി അടുത്ത് ഹോളിവുഡിലോട്ടാണ് പോകാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ടെയിലെൻഡ് അവർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഈ കഥ ഇതോടുകൂടി തീർന്നു. പക്ഷേ അടുത്ത സീസണോ അടുത്ത ഇതിനെക്കുറിച്ചുള്ള ഒരു ജേർണി ഹോളിവുഡ് റേഞ്ചിലാണെന്നുള്ളതിൻ്റെ ഒരു ക്യാമിയോ ക്ലൈമാക്സിലുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഞാനത് ആരാ എന്നതാന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവുകളുണ്ട്. അതിന് ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഈ സിനിമയുടെ ഹീറോയാണ്. ഡി ജങ് ജോ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ രണ്ടാമത്തെ സീസണിന് തൊട്ട് അതിന് മുമ്പ് ശരി, രണ്ടാമത്തെ സീസണിലും ശരി, ഇപ്പോഴും ശരി, ഇതിനെ ശരിക്കും ഹോൾഡ് ചെയ്ത് പോകുന്നത് പുള്ളിയുടെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറായിട്ട് തന്നെ പുള്ളി ജീവിച്ചിട്ടുണ്ട്. എനിക്ക് പുള്ളി ഒരു ഫിനാമിനൽ ആക്ടർ ആണെന്നുള്ളതിനെ പുള്ളിയുടെ സ്റ്റഫ് എന്താണെന്ന് പുള്ളി കാണിച്ചു തന്ന ഒരു വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സോ നിങ്ങൾക്ക് അത് കാണുമ്പം പുള്ളിയുടെ അഭിനയം നമുക്ക് ഇങ്ങനത്തെ വെബ് സീരീസ് കാണുമ്പം ഇതിനകത്ത് വന്ന ഒരു ഫീലാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളും കാണുമ്പോൾ ആ ഒരു സെയിം ഫീൽ തന്നെയായിരിക്കും കിട്ടുക. കാരണം ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ
ആ ഗെയിമിൽ ജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. അതേസമയം അവരെ കൊല്ലണം അല്ലെങ്കിൽ ഈ പൈസ എടുത്തോ എന്നുള്ളത്, ഒന്ന് നിനക്ക് ഈ പൈസ വേണം അല്ലെങ്കിൽ ഇവരെ കൊല്ലുക, ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ആ ഹീറോ ആ സ്ഥാനത്ത് എന്താണ് ചെയ്യുക എന്നുള്ളത് ഒരു നമുക്ക് അയ്യോ അവരെ കൊല്ലാനും പാടില്ല, ഈ പൈസ വേണതാനും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതൊക്കെ ശരിക്കും നമുക്ക് അവിടെ ശരിക്കും നമ്മൾ എന്താണോ ചെയ്യുക, നമ്മളവിടെ ആണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. എനിക്കത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പുള്ളി മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ അമ്മയും മോനും എന്ന് പറഞ്ഞില്ലായിരുന്നു, അവരുടെ ആക്ടിങ്, അങ്ങനെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്ന എല്ലാവരുടെ അഭിനയവും, ടെക്നിക്കൽ ആസ്പെക്ട്സ്, സൗണ്ട്, CG, സെറ്റ് വർക്ക് എടുത്തു പറയേണ്ടതാണ്. ഈ വെബ് സീരീസ് ഫുള്ളും തന്നെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഒരു സെറ്റിനകത്താണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചില ഷോട്ടുകൾ വെളിയിലോട്ടൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു ഗ്യാങ് ഇവർ തപ്പി നടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും ഒരു 99% ഇത് ഫുള്ളും ഒരു സെറ്റിൻ്റെ അകത്താണ് എടുത്തേക്കുന്നത്. കാരണം ആ സെറ്റ് വർക്ക് അടിപൊളിയാണ്. പ്രൊഡക്ഷൻ വാല്യൂ ആയിരിക്കട്ടെ, CG ആയിരിക്കട്ടെ, സൗണ്ട് ഡിസൈനിങ്, എഡിറ്റിങ്, അങ്ങനെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം തന്നെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വെബ് സീരീസിലുള്ള നെഗറ്റീവ് വശങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ലാഗ്, അതായത് ഇപ്പോൾ 6 എപ്പിസോഡെന്ന് പറയുമ്പോൾ 3 ഗെയിമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 എപ്പിസോഡിനുള്ളിൽ തീർക്കാവുന്ന ഒരു സ്റ്റോറിയാണിത്. അതൊരു 6 എപ്പിസോഡ് വരെ കൊണ്ടുപോയത് ഇച്ചിരി ലോങ്ങാണ്. ചെറിയൊരു ലാഗ് അവിടെ ഇവിടെ ഈ കോൺവെർസേഷനിൽ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ലാഗ് അനുഭവപ്പെടാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ശരിക്കും കാണാനുള്ള ഒരു വെബ് സീരീസാണ്. ത്രില്ലർ വെബ് സീരീസുകൾ, സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാണാവുന്ന ഒരു വെബ് സീരീസാണ് സ്ക്വിഡ് ഗെയിം 3. പിന്നെ ഇത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സ്വൽ കണ്ടൻ്റായിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ബാഡ് വേർഡ്സ് ഞാൻ തമിഴിലാണ് കണ്ടത്. ഇംഗ്ലീഷുണ്ട്, കൊറിയൻ, ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. ഞാൻ തമിഴിലാണ് കണ്ടത്. പക്ഷേ ബാഡ് വേർഡ്സ് ശരിക്കും ഉണ്ട്. തെരുവിളി എന്ന് പറയുന്ന അതിന് അങ്ങേയറ്റമാണ്. കാരണം അതുപോലെ തെരുവിളികളും കാര്യങ്ങളുണ്ട്. സോ ഫാമിലി ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാം. പക്ഷേ സെക്ഷുവൽ കണ്ടന്റുകളും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഈ വെടിവെക്കുന്നത്, വെട്ടുന്നത്, കുത്തുന്നത്, അങ്ങനത്തെ ഉള്ള വൾഗറായിട്ടുള്ള സീൻസുകളും ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കുറവ് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ഫ്രം നിഷാന്ത്. താങ്ക് യു.